എന്റെ അമ്മച്ചിയെ. സ്വപ്നായിരുന്നു, ഒരു വൃത്തികെട്ട സ്വപ്നം. പെട്ടെന്നാണ് ഐഷു ചുറ്റും നോക്കിയത്. തന്റെ കൂടെ കിടന്നിരുന്ന കുക്കിയെ കാണുന്നില്ല. ഈ ചെറുക്കൻ ഇതെവിടെ പോയി? ബാത്റൂമിൽ പോയി കാണുമോ? ഐഷു ബാത്റൂമിനരികിൽ ചെന്ന് ബാത്റൂം വാതിൽ തുറന്നു നോക്കി. ഈ ചെറുക്കൻ ഇതെവിടെ പോയി? ദൈവമേ, കാണുന്നില്ലല്ലോ. കുക്കി മോനെ. ഓ, കുക്കി മോനെ, കുക്കി മോനെ, എവിടെയാ നീ? അവൾ മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. അവൻ മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ഹാളിനരികിലേക്ക് വന്നതുമാണ് അവൻ കാണുന്നത് കിച്ചൺ ഭാഗത്ത് ലൈറ്റ് കിടക്കുന്നത്. ഐഷു മെല്ലെ അങ്ങോട്ടേക്ക് ചെന്നു. കുക്കി, നീ ഇവിടെ എന്തെടുക്കുവാ? പിന്നിൽ നിന്ന് ഉച്ചത്തിലുള്ള ഐഷുവിന്റെ ശബ്ദം കേട്ടതും കുക്കിമോൻ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ എന്തോ എടുത്ത് പോക്കറ്റിൽ ഇട്ടിരുന്നു. ആഹാ, ഞാൻ നമ്മുടെ റൂമിൽ വെള്ളം എടുത്ത് വെച്ചിരുന്നല്ലോ, നിനക്കത് കുടിച്ചാ പോരെ? എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ടൊക്കെ വന്നത്? അത് മതിയായിരുന്നു, പക്ഷേ എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ തോന്നി. അതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ വന്നത്. ഇത്രയും വലിയ കുട്ടിക്ക് അറിയത്തില്ലേ രാത്രി സമയങ്ങളിൽ തണുത്ത വെള്ളം കുടിച്ചാ പനി വരുമെന്ന്? എന്തിനാ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കാൻ പോയത്? വാ ഇവിടെ വാ, നമുക്ക് പോയി കിടക്കാം എന്ന് പറഞ്ഞ് ഐഷു അവനെയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. കുക്കി പോകുന്നതിന് തൊട്ട് മുമ്പ് അടുക്കളയിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയതിന് ശേഷം ഐഷുവിന്റെ കയ്യും പിടിച്ച് മുറി ലക്ഷ്യമാക്കി നടന്നു. അയ്യോ ദൈവമേ, സമയായല്ലോ. ആ, അളിയൻ എത്തിയോ? ഞാനൊന്ന് പല്ല് തേച്ചിട്ടെ. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരമായല്ലോ. ഇവരിത് എങ്ങോട്ടാ പോയത്? പോയിട്ട് പയ്യെ വന്നിട്ടെ, ഞാൻ ഇവിടെ എങ്ങാനും ഇരിക്കാം. ഇനി ഞാൻ പോയി സ്മൂത്തി എടുത്തു കുടിക്കട്ടെ. ഇന്നലെ കലക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്മൂത്തി സ്മൂത്തി സ്മൂത്തി, ഫ്രിഡ്ജിൽ 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 ഫ്രിഡ്ജിൽ, എവിടെ? വീട്ടിൽ വീട്ടിൽ. ആരിത്? കുക്കി മോനോ? ഗുഡ് മോർണിംഗ് കുക്കി മോനെ. ആ ഗുഡ് മോർണിംഗിന് എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ. എന്റെ തോന്നലായിരിക്കും. സ്മൂത്തി എടുക്കട്ടെ. കയ്യിൽ കിട്ടിയ സ്മൂത്തി കുടിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്ന മാർക്കോസിനെ നിഗൂഢമായി തന്നെ കുക്കിമോൻ നോക്കി നിന്നു. അല്ലേ, നീ പോയില്ലേ? ഓ, പോയില്ല. എന്താ? എണീറ്റ് പോടാപ്പ. നിന്റെ പുത്തിരൻ നിന്നെ പ്രതീക്ഷിച്ച് വാതിക്കെ തന്നെ ഇരിപ്പുണ്ട്. അവന്റെ ലക്ഷണം കണ്ടാലേ അറിയാം, ഒരു കള്ളം നോട്ടം. ആ കള്ളം തന്തയുടെ കള്ളം മോനല്ലേ. അവൻ എന്നെ കയറി വിളിക്കുവോ ഷോട്ടീന്ന്. അവന്റെ അപ്പന് വിളിക്കാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ അങ്ങേരെങ്ങാനും അവിടെ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ എന്നെ പഞ്ഞിക്കിടും. അതുകൊണ്ട് ഞാൻ മിണ്ടാത്ത രീതി അങ്ങ് പോന്നു. അത് കേട്ടതും കട്ടിലിൽ മലർന്നു കിടന്നിരുന്ന ഐഷു ചാടി എണീറ്റുകൊണ്ട് മാർക്കോസിനോട് പറഞ്ഞു. എന്റെ പൊന്നു മാക്രി, നീ എനിക്ക് പണിയുണ്ടാക്കി വെക്കല്ലേ. 2 ആഴ്ച കഴിയുമ്പോ വീടിന്റെ ലോൺ അടയ്ക്കാനുള്ള തീറ്റ പലിശയെങ്കിലും കൊണ്ടുപോയി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആ സാറ് തന്നെ കനിയണം. നീ അതിന് കണ്ടക്കത്രയോ വെക്കല്ലേ എന്റെ പൊന്നു മോനെ. അങ്ങനെയാണ് നിന്നെയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. ഉയ്യോ, നമ്മളില്ലേ, നിന്റെ ശല്യപുത്തിരൻ അവിടെ നിന്ന് തോന്നിയവാസം കാണിച്ചാലും നമുക്ക് മിണ്ടാനൊന്നും അവകാശം ഇല്ലല്ലോ. അതുകൊണ്ട് നാം ഇങ്ങനെ മിണ്ടാണ്ടാ പോകുന്നത്. അല്ല, അപ്പൊ നീ അതും ചിന്തിച്ചാണ് ഇവിടെ കിടന്നിരുന്നത്? എങ്ങനെ ആ സാറിനോട് ഇതിനെപ്പറ്റി ഒന്ന് അവതരിപ്പിക്കുമെന്ന് ഓർത്തിട്ട. അതാണ്, അത് ഈസി അല്ലേ. അങ്ങേറെ മുറിയിലോട്ട് കയറി ചെല്ലുക. സാറേ, ഇന്ന പോലെ എനിക്ക് ലോൺ അടയ്ക്കാൻ പൈസ വേണം, ആ കാശ് സാറ് തന്നെ തരണമെന്ന് പറഞ്ഞ് ചോദിക്കുക. അങ്ങേര് കാശ് തരും, അത് മേടിച്ചുകൊണ്ട് പോയി ലോൺ അടയ്ക്കുക. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ആണാ? വെരി സിമ്പിൾ ആണ്. എങ്കിൽ നീ പോയി ചോദിരി. അയ്യോ, അത് നിനക്കാണ് വെരി സിമ്പിള്. എനിക്കത് ഭയങ്കര ടെറിബിൾ അല്ലേ. നീ ചോദിച്ചോ. പിന്നെ എന്റെ വീട് അടയ്ക്കാനല്ലല്ലോ, അല്ല എന്റെ വീടിനെ അടയ്ക്കാനല്ലല്ലോ,
നിന്റെ വീടിനല്ലേ? അപ്പം നീ ചോദിക്കുന്നത് തന്നെയായിരിക്കും ആ ഒരു ഇമോഷണലി അങ്ങേരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നല്ലത്. യൂട്യൂബ് മാക്രി, നിന്നെ ഞാൻ എടുത്തോളാടാ പുല്ലേ. അതും പറഞ്ഞുകൊണ്ട് ഐഷു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സ്ത്രീ വേഷത്തിൽ ഇറങ്ങിപ്പോയ ഐഷു കയറി ചെന്നത് ദേവിന്റെ റൂമിലേക്കായിരുന്നു. അയ്യോ, നീ എന്താ ഇവിടെ? അത് അത് സാറേ പറയടാ. അത് അത് രണ്ടാഴ്ച കഴിയുമ്പോ എന്താ നിനക്ക് ഇവിടെ നിന്ന് പോണോ? അതല്ല, രണ്ടാഴ്ച കഴിയുമ്പോ എൻ്റെ വീടിൻ്റെ എന്താ നിന്റെ വീട് ഇടിച്ചു പൊളിക്കണം? അയ്യോ അതല്ല സാറേ, രണ്ടാഴ്ച കഴിയുമ്പോൾ എൻ്റെ വീടിൻ്റെ ഹൗസ് ലോണ് അടയ്ക്കേണ്ട ഡേറ്റാണ്. അപ്പോൾ അതിന് അല്ല, സാറ് പറഞ്ഞില്ലേ പൈസ തന്ന് സഹായിക്കാമെന്ന്. ഓ, ഞാനതങ്ങ് മറന്നു. നീ ഡേവിഡിനോട് പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം സെറ്റിൽ ചെയ്തോളാം. ഏത് ബാങ്കാ അത്? അത് സഹകരണ ബാങ്ക്. ആ ഓക്കെ, നീ പൊക്കോ. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ലേഡീസ് വോയിസിലേ സംസാരിക്കാവുള്ളെന്ന്. ഇതങ്ങനെ കേട്ടോണ്ട് കുക്കിമോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാം. സോറി സാർ, ഞാൻ മുറിയിലായതുകൊണ്ട് ഈ വോയിസിൽ സംസാരിച്ചത്. ഇനി അതുണ്ടാവില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി മാക്രിയെ വിളിക്കുവാൻ പോയ ഐഷു റൂമിൽ കാണുന്നത്. അയ്യോ അമ്മച്ചിയെ, എനിക്ക് വയ്യായി, ആരെങ്കിലും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. എന്താടാ പറ്റിയേ? എടാ എനിക്കറിയാൻ വയ്യടാ, കുറച്ച് നേരമായിട്ട് തുടങ്ങിയതാണ് ഇളക്കോ? ആ അതെ, ഇളക്കം, വയറ്റിളക്കം. അപ്പീട്ട് ഇനി എൻ്റെ കുടല് വരെ പുറത്ത് വന്നോന്ന് എനിക്ക് സംശയമായിടാ മോനെ. അയ്യോ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോടാ. വയറ്റിളകാൻ നീ എന്ത് കഴിച്ചേ? ഞാനൊന്നുമേ കഴിച്ചില്ലടാ, ഇച്ചിരി സ്മൂത്തി കുടിച്ച്. ആ സ്മൂത്തി പണ്ടാരം എനിക്ക് തന്ന പണിയാണേ. സ്മൂത്തി കുടിച്ചാ ബോഡി ഷേപ്പാവുമെന്ന് കേട്ട്, ഇതുപോലെയുള്ള മുഴുവൻ മൂത്തിയെടുത്തിട്ടാണ് ബോഡി ഷേപ്പാവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായേ എൻ്റെ അമ്മച്ചിയോ. നീ ആവശ്യമില്ലാത്തതൊക്കെ കഴിക്കാൻ ആര് പറഞ്ഞടാ വധൂരി? എനിക്ക് പണിയുണ്ടാക്കി വെക്കാനായിട്ട്. നിനക്ക് മര്യാദക്ക് ഭക്ഷണം കഴിച്ച് ഇവിടെ അങ്ങനെ ഒരു മൂലയ്ക്ക് കൂടിയപ്പോര്. വാ ആശുപത്രി പോ. അയ്യോ അത് പറ്റുമെന്ന് തോന്നണില്ലടാ. ആശുപത്രി പോവാണെങ്കിൽ വല്ല ട്രാഫിക് ജാമും വന്നാൽ ഞാൻ ചത്തുപോകും. ഞാനിവിടുന്ന് പുറത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുണ്ടിയിൽ ഒരു കക്കൂസ് തന്നെ വെച്ച് കെട്ടണോടാ മോനെ. അയ്യോ ഇളക്കം. അയ്യോ പിന്നെ വയറിളക്കാൻ തുടങ്ങി. ഞാനൊന്ന് പോയിട്ട് വരട്ടെടാ. എവിടേക്ക്? നിന്റെ അമ്മയുടെ അങ്ങ് മാറി നിക്കടപ്പില്ലേ? ഇതെല്ലാം കണ്ടുകൊണ്ടൊരു കുട്ടിഭൂതം പുറത്ത് നിൽപ്പുണ്ടായിരുന്നു.